നമ്മളിപ്പോൾ ബിന്ദുവിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മുട്ടുചിറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഇനി വെറും 20 മിനിറ്റോളമാണ് ബാക്കിയുള്ളത്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ തലയോലപ്പറമ്പിലുള്ള ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് ബിന്ദുവിൻ്റെ മൃതദേഹം കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. ഇന്നലെ അതിദാരുണമായൊരു സംഭവം ഇന്നലെ ഏകദേശം ഒരു 10:30 തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ വീഴ്ച എന്ന് തന്നെ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ വീഴ്ച കാരണം ഇരയാകേണ്ടി വന്നത് ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ ഒരു വീട്ടമ്മ തന്നെയാണ്. ഏകദേശം 10:30 തന്നെ ഈ അപകടമുണ്ടാകുന്നു. ഈ രക്ഷാപ്രവർത്തനം വൈകിയത് ഒക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിനുശേഷം ഒരു 12:30 തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. അതുവരെയും ഈ സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രിയാണെങ്കിലും മന്ത്രി PN വാസവനാണെങ്കിലും തന്നെയും ഈ ന്യായീകരണങ്ങൾ നിരത്താനായിരുന്നു ആദ്യം ഉന്മേഷം കാണിച്ചിരുന്നത്. ആരും തന്നെ കുടുങ്ങിക്കിടപ്പില്ല. ഈ പരിക്കേറ്റത് 3 പേർക്ക് മാത്രമേ ഉള്ളൂ. നിസ്സാര പരിക്കുകൾ മാത്രമായിരുന്നു അവർക്ക് ഏറ്റത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിവിധ സംഘടനകളിലുള്ള അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും ആരും തന്നെ കുടുങ്ങിക്കിടപ്പില്ല എന്നൊരു ഇവരുടെ മറുപടി കേട്ടിട്ട് ഇനി രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം 12:30 തന്നെയാണ് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തുന്നതും അതോടൊപ്പം തന്നെ ഈ തൂണുകളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. അതിനിടയിലാണ് ഈ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ഈ അമ്മയെ കാണാനില്ല എന്ന ഒരു കാര്യം ഈ മകൾ അച്ഛനോട് പറയുകയുണ്ടായി. അതിനുശേഷം ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ആളുകളോട് പറഞ്ഞിരുന്നു ഈ തൻ്റെ ഭാര്യ ബിന്ദുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്നൊരു നിഗമനത്തിലായിരുന്നു എല്ലാവരും എത്തിയിരുന്നത്. പക്ഷേ ആ സമയം ഈ കാണാനില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദു ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടായേനെ. ഈ മകളുടെ ശസ്ത്രക്രിയ ആവശ്യങ്ങൾക്കായിരുന്നു ഏകദേശം ഈ 3 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഇവർ അഡ്മിറ്റായത്. ഈ 2 ആഴ്ചയ്ക്ക് ശേഷമായിരുന്നു മകളുടെ ശസ്ത്രക്രിയ നടക്കേണ്ടി ഇരുന്നത്. ഏതായാലും ഈ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സാധാരണക്കാർ വിശ്വസിച്ചിരുന്ന ഒരു ആശുപത്രി അത് തന്നെയാണ് ഈ സാധാരണക്കാരിയായ ഈ ബിന്ദുവിനും ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഈ രക്ഷാപ്രവർത്തനം നേരത്തെ നടന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തുകയില്ലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് 11 മണി അല്ലെങ്കിൽ 10 മണിയോടെ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് മാറ്റുകയാണ്. ആ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ പൂർത്തീകരിച്ച് വരികയാണ് എന്നാണ് സ്നേഹ റിപ്പോർട്ട് ചെയ്യുന്നത്.